ഹായ് എല്ലാ സുഹൃത്തുക്കൾക്കും രാധൂസ് വിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് എന്താണ് പ്രാണി ഹീലിംഗ്, പ്രാണി ഹീലിംഗിൻ്റെ പ്രത്യേകത എന്ത് എന്നുള്ളതാണ്. എന്താണ് പ്രാണി ഹീലിംഗ് എന്ന് അറിയണമെങ്കിൽ പ്രാണൻ എന്താണ് എന്ന് ആദ്യം പറയേണ്ടിയിരിക്കുന്നു. ഓക്കെ, കൂടാതെ രോഗം എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ രോഗം ഉണ്ടാകുന്നത് എന്നും പറയേണ്ടതായിട്ടുണ്ട്. ഇത് രണ്ട് കാര്യങ്ങളും വ്യക്തമാവുകയാണ് എന്നുണ്ടെങ്കിൽ പ്രാണി ഹീലിംഗ് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പം എങ്ങനെയാണ് ഒരു ബോഡിയിൽ എങ്ങനെയാണ് രോഗം ഉണ്ടാവുക? ശരീരത്തിൽ എനർജി ഇല്ലാതെ വരുമ്പോഴാണ്, അതായത് എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാണൻ തന്നെയാണ്. ഈ ഒരു പ്രാണോർജം ശരീരത്തിൽ ഇല്ലാതെ വരുമ്പോഴാണ് രോഗം ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പം എനർജി എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രാണൻ എന്ന് പറയുന്നതിൻ്റെ തോത് കുറയുമ്പോഴാണ് ശരീരത്തിൽ രോഗം ഉണ്ടാവുന്നത്. എങ്ങനെയാണ് ഈ ഒരു എനർജി ലോസായി പോകുന്നത്? ഈ എനർജി എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൽ തന്നെ നിലനിൽക്കുന്ന ഒന്നാണ്. എനർജി ലോസ് ആകുമ്പോഴാണ് രോഗം ഉണ്ടാവുന്നത് എന്ന് ഞാൻ പറഞ്ഞു. എങ്ങനെയാണ് എനർജി എങ്ങനെയാണ് ലോസ് ആവുന്നത് നോക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു വിഷയം എന്ന് വെച്ചാൽ ഓവർ തിങ്കിങ് ആണ്, അല്ലേ? ഓവറായിട്ട് തിങ്ക് ചെയ്യുക, നെഗറ്റീവ് ചിന്തിച്ച് കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വേണ്ടാത്ത ഓവർ തിങ്കിങ് ഉണ്ടല്ലോ, അതിലൂടെയാണ് നമ്മുടെ ബോഡിയിൽ നെഗറ്റീവ് ഫോം ആവുന്നത്. നമ്മുടെ നെഗറ്റീവ് തിങ്കിങ്, നമ്മുടെ ജീവിത രീതി, ഇതൊക്കെ രോഗമുണ്ടാകുന്നതിന് കാരണമാണ്. നെഗറ്റീവ് എനർജി, അതായത് നമ്മുടെ ചിന്തകളിലൂടെയും നമ്മുടെ ശരിയായിട്ടല്ലാത്ത ജീവിത രീതികളിലൂടെയും നമ്മളിൽ ഫോം ആകുന്ന നെഗറ്റീവ് എനർജി എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ ചക്രങ്ങളുണ്ട്. ഈ ചക്രാസിനെ കുറിച്ച് ഞാൻ നേരത്തെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് കാണണം കേട്ടോ. അപ്പം ഈ ചക്രങ്ങളെ ബാധിക്കും. ചക്രങ്ങളുടെ കറക്റ്റായിട്ടുള്ള പ്രവർത്തനത്തെ ഈ നെഗറ്റീവ് ബാധിക്കും. അങ്ങനെ വരുമ്പോൾ ചക്രങ്ങൾ കറക്റ്റായിട്ട് ആക്റ്റീവ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ചക്രങ്ങൾ വഴി ഗ്രന്ഥികൾ കറക്റ്റായിട്ട് പ്രവർത്തിക്കില്ല. ഓക്കെ, ഗ്രന്ഥികൾക്ക് കറക്റ്റായിട്ടുള്ള എനർജി പോകുന്നത് ചക്രങ്ങൾ വഴിയാണ്. അപ്പോൾ ചക്രങ്ങൾ ഡീആക്ടിവേറ്റ് ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ ചക്രങ്ങൾ മന്ദീഭവിക്കുകയാണെങ്കിൽ അത് ഗ്രന്ഥികളെ ബാധിക്കും. ഓക്കെ, പക്ഷെ പ്രാണി ഹീലിങ്ങിൽ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, പ്രാണി ഹീലിങ്ങിൽ നമ്മൾ നോക്കുന്ന ശരീരത്തിലെ ചക്രങ്ങളുടെ സ്ഥിതിയാണ്. ഈ ചക്രങ്ങളെ സ്ഥിതി കറക്റ്റായിട്ട് മനസ്സിലാക്കുന്നത് പ്രാണി ഹീലിങ്ങിലൂടെ മാത്രം പറ്റുന്ന ഒന്നാണ്. ഇതിലൂടെ ചക്രങ്ങളെ ആക്റ്റീവാക്കാൻ സാധിക്കുന്നു, അതിലൂടെ ഗ്രന്ഥികളും ആക്റ്റീവാകുന്നു. പ്രാണി ഹീലിങ്ങിലൂടെ മാത്രമേ എനർജിയും ചക്രാസും നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ പ്രാണി ഹീലിങ്ങിലൂടെ ശരീരത്തിൽ ഫോം ആയിട്ടുള്ള നെഗറ്റീവ് റിമൂവ് ചെയ്തിട്ട് അവിടെ പോസിറ്റീവ് എനർജി നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം, നെഗറ്റീവ് എനർജി മാറ്റാൻ മറ്റൊരു ട്രീറ്റ്മെൻറ്റിനും സാധ്യമല്ല. എന്നാൽ പ്രാണി ഹീലിങ്ങിൽ കൃത്യമായ രോഗനിർണയം അല്ലെങ്കിൽ രോഗത്തിൻ്റെ മൂലകാരണം കണ്ടെത്തി സൂക്ഷ്മ ശരീരത്തിൽ നിന്ന് തന്നെ ആ ഒരു രോഗത്തെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പ്രാണി ഹീലിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ പ്രാണനിൽ കൂടി ശരീരത്തിന് ലഭിക്കുന്ന സൗഖ്യം അല്ലെങ്കിൽ പ്രാണനിൽ കൂടി ശരീരത്തിനെ പ്രവർത്തിപ്പിക്കുന്ന പ്രക്രിയ, അതാണ് പ്രാണി ഹീലിംഗ് എന്ന വാക്കിൻ്റെ ശരിക്കുമുള്ള അർത്ഥം എന്ന് പറയുന്നത്. ഹീലിംഗിൻ്റെ മറ്റൊരു പ്രധാന പോയിന്റ് എന്ന് പറയുന്നത്, ഹീലിംഗ് ചെയ്യുന്ന സമയത്ത് രോഗബാധിത പ്രദേശമല്ലാതെ നമ്മുടെ ശരീരത്തിലെ ഇന്റേണൽ ഓർഗൻസിനെ കൂടെ ക്ലീൻ ചെയ്ത് എനർജൈസ് ചെയ്യുന്നു. ഓക്കെ, അപ്പം അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഹീലിംഗിൽ. ഓൾറെഡി ബോഡിയിലെ മറ്റേതെങ്കിലും ഭാഗത്ത് നെഗറ്റീവ് ഫോം ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ രോഗാവസ്ഥ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് തന്നെ ഈ ഒരു ക്ലീനിങ്ങിലൂടെ തന്നെ ആ ഒരു അവസ്ഥയും കൂടെ മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. ഇത്രയൊക്കെയാണ് എനിക്ക് പ്രാണി ഹീലിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അറിയാവുന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.